نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إني أمرت أن أعبد الله مخلصا له الدين സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വളരെ സുദീർഘമായ കാലം ചന്നി ബാധിച്ച് ശയ്യാവലംബിയായ തന്റെ ഭർത്തൃമാതാവിനെ പരിരക്ഷിച്ച ഒരു സഹോദരിയുടെ പിന്നീടുണ്ടായ അനുഭവം, അവരുടെ ഭർത്താവ് അവരെ ത്വലാഖ് ചൊല്ലുകയും വീട്ടിലാക്കുകയും ചെയ്തു. ഒരു മസ്ലഹത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ത്യാഗങ്ങളുടെ കഥ കേട്ടപ്പോൾ ഒരു വേള വ്യക്തിപരമായ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒന്ന് കണ്ണ് തെറ്റിയാൽ ഈ വൃദ്ധയായ സ്ത്രീ അവരുടെ മലം തിന്നുന്ന, ഇവരുടെ മക്കൾക്കത് ഉരുട്ടി കയ്യിൽ കൊടുക്കുന്ന അത്ര പ്രതിസന്ധിയുള്ള ഒരു ഇടത്തിൽ ഫിസിയോതെറാപ്പിക്ക് പണമില്ലാത്തത് കൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഐഡിയകളൊക്കെ പഠിച്ച് അത്രയും ഭംഗിയായി അത്രയും കൃത്യമായി എത്രയോ വർഷങ്ങളായി 4 മണിക്ക് എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ പോകുന്നതിനിടക്കാണ് ഈ സ്ത്രീയുടെ പെൺകുട്ടികളും എല്ലാവരും കൂടി ഇവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്താകുന്നത്. ആ സഹോദരിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തേക്ക് വേണ്ടി ഈ മിമ്പറിൽ നിന്ന് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. തന്റെ കഴിവിന്റെ അപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുകയും എന്നിട്ടൊരു നന്ദി വാക്ക് പോലും കിട്ടാതെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് ഭർത്താവിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് ഭാര്യയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് ജോലിസ്ഥലത്തെ ബോസിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് സമൂഹത്തിൽ നിന്നായിരിക്കും. അവിടെ ഒരിക്കലും നിരാശപ്പെട്ട് എല്ലാം നിർത്തിവെച്ച് പിന്മാറുകയല്ല ഒരു വിശ്വാസിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അവർക്ക് ആശ്വാസമാണ് വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ. ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഏറ്റവും ശരിയായ രീതിയിൽ അമൽ ചെയ്ത ആളുകളുടെ അമലിന്റെ ഗുണം ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല എന്നാണ്. ചുറ്റുമുള്ള മനുഷ്യരെ ശരിയിലേക്ക് വിളിക്കാനും അവരെ പ്രചോദിപ്പിക്കാനും അവർക്ക് ഹിദായത്ത് പകരാനും അവർക്ക് ദഅവ നിർവഹിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ
ഈ ശ്രമങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ലാതിരിക്കുമ്പോൾ അവരും നിരാശപ്പെട്ട് പിന്മാറേണ്ടതില്ല. കാരണം ഇന്നാല നുളി അജ്റ മൻ അഹ്സന അമല, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്തവരുടെ ആ കർമ്മങ്ങളൊന്നും ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല. സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും ശരിക്കും നോക്കുന്ന ഒരാള് എപ്പോഴെങ്കിലും വന്ന് വാപ്പാന്റെയും ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന മക്കളെ അവരിങ്ങനെ പ്രശംസിച്ചു പറയുകയും ഈ നോട്ടങ്ങളും പരിശ്രമങ്ങളും മുഴുവൻ ഒറ്റവാക്കിൽ വാർദ്ധക്യത്തിന്റെ സഹജമായ സാഹചര്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അവരൊരിക്കലും വിഷമിക്കേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനുകളുടെ, നല്ലത് ചെയ്തവരുടെ അമലുകളൊന്നും ഒരു കുറവും ഒരു കേടും വരുത്തുകയില്ല. ഇവിടെ പക്ഷേ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ടത് അഹ്സന അമല എന്നാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിയുടെ നിയോഗം പറയുന്നിടത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. സൂറത്ത് മുൽക്ക് 30 ആയത്തുകൾ. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ രാത്രിയും പാരായണം ചെയ്യുന്ന വ്യക്തി, അയാൾ ഖബറിൽ ഒരു വ്യക്തി നേരിടേണ്ടുന്ന പല കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യായം. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം. 30 ആയത്ത്, വളരെ ചെറിയ കാര്യമുള്ളൂ, ചെറിയ സമയമുള്ളൂ. ആ സൂറത്തിലെ 2ാമത്തെ വചനാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അവനാണ് ജീവിതവും മരണവും ഒക്കെ ഉണ്ടാക്കിയത്. 20 മുതൽ 40 കോടി വരെയുള്ള ബീജ ബിന്ദുക്കളിൽ നിന്നൊന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് മാതാവിന്റെ 3 ഇരുട്ടറകളെ, ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ അതിജീവിച്ചൊരു മനുഷ്യക്കുഞ്ഞായി ജനിപ്പിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയത് പടച്ചോനാണ്. ഇനി മരണം വിധിക്കുന്നതും പടച്ചോൻ തന്നെയാണ്. എന്തിനാ? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ശരിയായ അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ആരാണ് അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിൽ ആരാണ് അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിൽ ആരാണ് അഹ്സനായിട്ട് അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമല് അഹ്സനാകപ്പെടാ അത് ഇസ്ലാം നിർദ്ദേശിച്ച ക്രമത്തിലും രൂപത്തിലും രീതിയിലൊക്കെ ആകുമ്പോ നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും. അതിപ്പോ കൈ അവിടെ വെച്ചാൽ എന്താ, അതിപ്പോ അങ്ങനെ ചെയ്താൽ എന്താ നമുക്ക് തോന്നും. പക്ഷെ പടച്ചോൻ മുന്നോട്ട് വെച്ചൊരു രീതിയുടെ രൂപമുണ്ട്. അത് അപ്രകാരം തന്നെ പോവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു നിരാശയുടെ ആവശ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കുമില്ല. ഇതിനെയാണ് നമ്മൾ ഒറ്റവാചകത്തിൽ ഇഖ്ലാസ് എന്ന് വിളിക്കുന്നത്. ചെയ്യേണ്ടതൊക്കെ റബ്ബിന്റെ മാത്രം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇഖ്ലാസ് എന്ന് വിളിക്കുന്നത്. ഇഖ്ലാസോടെ ചെയ്യാൻ നമ്മൾ എങ്ങനെ പറയാം? എന്താ ഇഖ്ലാസ്? ഇഖ്ലാസോടെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇനി നമ്മളവിടെ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാളുടെ ഉള്ളിൽ കനമുള്ളൊരു സ്വപ്നം ഉണ്ടാകും. അതെന്താണ്? കണ്ണുകൾ അടയും, എന്റെ കണ്ണുകൾ അടയും. എനിക്ക് വേണ്ടി ഏതോ ടെക്സ്റ്റൈൽസിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള 3 കഷ്ണം തുണിയുമായി ആരെങ്കിലും വരും. എന്നെ ചുറ്റിപ്പൊതിഞ്ഞ് ആളുകൾ എന്നെ ചുമലിലേറ്റി ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കിൽ ഇങ്ങനെ ആടി ഉലയുന്ന എന്റെ മയ്യത്തും കൊണ്ട് ജനം പോകും. അവിടെ എന്റെ ജീവിതം ആരംഭിക്കണം. അവിടെ നിന്ന് എനിക്ക് കിട്ടും ഇതിനൊക്കെ. ഞാൻ അനുഭവിച്ചതിനും ഞാൻ ചെയ്തതിനും ഞാൻ ക്ഷമിച്ചതിനും എല്ലാമുള്ള പ്രതിഫലം എനിക്കവിടെ കിട്ടും. അങ്ങനെ ഇബാദത്തെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്ത്. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ്, എന്നോട് അള്ളാഹിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമർപ്പണങ്ങളെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് റബ്ബിന് മാത്രം ചെയ്യണത്. എന്ത് നമ്മൾ നിസ്കരിക്കണതും നോമ്പ് കൊടുക്കണതും സദഖ കൊടുക്കണതും നമ്മൾ നന്നായി സദഖ കൊടുത്ത് കാര്യമായിട്ടൊക്കെ ചെയ്തെടുത്ത ഒരാള് നമ്മളോട് വളരെ മോശമായിട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് വേറൊരു തരം മാനസികാവസ്ഥയും പ്രിവിലേജും ഉണ്ടാകാൻ പാടില്ല. കാരണം അയാളുടെ താങ്ക്സ് കിട്ടാനും നമ്മളെ കാണുമ്പോൾ അയാൾ തലകുനിക്കാനൊന്നും വേണ്ടിയല്ല നമ്മളത് ചെയ്തത്. നമ്മുടെ കുഴിയിൽ നമ്മളെ ചെരിച്ച് കിടത്തി മേലെ മൂടുകല്ല് വെച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും തിരിച്ചു പോരുന്ന ഒരു ദിവസവും ഒരു നിമിഷം അവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. അവിടേക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്തത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയോട്
അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, അദ്ദേഹം മുവത്ത എന്നുള്ള ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ്. മദീനയിൽ അദ്ദേഹത്തിന്റെ ഹദീസ് ക്ലാസുകൾ നടന്ന കാലത്ത് വിരചിതമായൊരു ഗ്രന്ഥമാണ്. അപ്പൊ ഈ മുവത്ത പബ്ലിഷ് ചെയ്യുന്ന കാലത്ത് ഏകദേശം 70-ലധികം മുവത്തകളുണ്ട്. മുവത്ത എന്നുള്ള പേരിൽ 70-ലധികം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോ അദ്ദേഹത്തോട് ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ഈ പേരൊന്ന് മാറ്റിക്കൂടെ ഉസ്താദേ. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? അറളൽ ഇമാം മാലിക്കു കിതാബഹു അല 70 ഫഖീഹൻ മിൻ ഫുഖാഹിൽ മദീന. 70-ലധികം വരുന്ന ഫുഖഹാക്കളോട് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചു. അങ്ങനെ ഫസമ്മാഹു മുവത്ത. അപ്പൊ അദ്ദേഹത്തോട് നിങ്ങൾ മുവത്ത എന്ന് പേരിട്ടോളൂ. പലരും പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു, ഇന്നന്നാസഖദ് സ്വന്നഫു മുവാത്തിഅ, ഒരുപാട് മുവത്തകൾ ആളുകൾ രചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം മാ കാന ലില്ലാഹി ബഖിയ, അള്ളാഹുവിനുള്ളതാണെങ്കിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് രചിച്ചതാണെങ്കിൽ ഒക്കെ അവിടെ ഉണ്ടായിക്കോളൂ. ആ കാലത്ത് വിരചിതമായ പല മുവത്തകളും നമുക്ക് അറിയേയില്ല. അപ്പോ ഒരു പേരുകൊണ്ടോ ഒരു സംഗതി കൊണ്ടോ അല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ കനമുള്ള ഇഖ്ലാസ് കൊണ്ട്, ഹദീസ് കൂടെ പഠിപ്പിക്കപ്പെടണം എന്നുള്ള ഇഖ്ലാസ് കൊണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പാഠം എന്താ അറിയോ? നമ്മൾ ചെയ്തതാണോ റബ്ബിനെ വിചാരിച്ച് ചെയ്തതാണോ അത് ഏതെങ്കിലും രീതിയിൽ രണ്ട് ലോകത്ത് നമുക്ക് കിട്ടും. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്ത് ഉറപ്പായിട്ടും കിട്ടും. ഞമ്മക്ക് തോന്നുകയാണ് ഞാനാ ചെയ്തതിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ. ഇപ്പൊ ഈ കോവിഡ് കാലത്തൊക്കെ എല്ലാ പരിപാടിയും അവസാനിച്ചപ്പോ ഒരു ഉറുപ്പ്യം വരാനില്ലാത്ത കാലത്ത് നമ്മൾ വീട് പട്ടിണിയായിട്ടില്ലല്ലോ. എന്താ കാര്യം? നമ്മളെപ്പോഴൊക്കെ ചെയ്ത നന്മയുടെ ഓഹരിയാണ് പിന്നീട് നമുക്ക് കിട്ടണതൊക്കെ. നമ്മൾ 10 ഉറുപ്പ്യ ദീനിന് കൊടുത്തനെങ്കിൽ പടച്ചോൻ അത് ഇരട്ടിയാക്കി തരാന്ന് പരലോകത്ത് മാത്രമല്ല പറഞ്ഞത്, പരലോകത്ത് മാത്രം ഇരട്ടിയാക്കി തരാന്നല്ല പറഞ്ഞത്, ദുന്യാവിലുള്ള. പക്ഷെ അതിന്റെ ഇഖ്ലാസ് അത്രയും കറക്റ്റാണോ? അല്ല 5 ആള് വന്നപ്പോ ഞാൻ എങ്ങനെ ഒരു 500 കൊടുക്കുക, അപ്പർ 5000 കൊടുക്കാൻ ചിന്തിച്ചാല് അവിടെ ഇഖ്ലാസ് പോയി. അവിടെ നിയ്യത്തിന് വലിയ കേടും കുറവൊക്കെ വന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഏത് കാര്യവും അങ്ങനെയാണ്. നമ്മൾ ഇഖ്ലാസോടെ കൂടെ ചെയ്യുന്ന റബ്ബിന്റെ അടുത്ത് നിന്നുള്ള തീരുമാനങ്ങളാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏത് കാര്യത്തിനും ശരിയായൊരു ഉത്തരം ഉണ്ടാകും. ഇപ്പൊ സുൽഹ് ഹുദൈബിയ നോക്ക് നിങ്ങൾ. സുൽഹ് ഹുദൈബിയ എന്താ? മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനത മദീനയിൽ അവരുടെ ജീവിതം ആരംഭിച്ച് അവരൊരു സ്വസ്ഥതയിലേക്ക് നീങ്ങി തുടങ്ങുമ്പോ മക്കയിൽ പോകണം, ഉംറ ചെയ്യണം, ജനിച്ചു വീണ മണ്ണും ജീവിച്ചു വളർന്ന നാടും കാണണമെന്ന കൊതിയിൽ പ്രവാചകന്റെ കൂടെ അവർ പോകണ്. ഉള്ളു തുടിക്കുന്നുണ്ട്. ഒരു പ്രവാസിക്ക് 2-3 കൊല്ലം അയാളെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളുടെ മനോഗതങ്ങൾ എന്തൊക്കെയായിരിക്കും? കോഴിക്കോട് എയർപോർട്ടിന്റെ മേലെ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുമ്പോൾ ആ വിൻഡോ സീറ്റിലൂടെ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ മുതൽ അയാളുടെ ഉള്ളിങ്ങനെ പിടക്കുകയാണ്. വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോരുമ്പോൾ 2 സൈഡ് ഇങ്ങനെ നോക്കി എന്തൊക്കെ മാറ്റങ്ങളാണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും നമ്മള്, അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആട്ടിയോടിക്കപ്പെട്ട ഒരു സമൂഹം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മാത്രം മദീനയിലേക്ക് പോയൊരു ജനത തിരിച്ചു വരികയാണ് മക്കത്തേക്ക്. പക്ഷെ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെടുകയും കരാറുണ്ടാവുകയും ചെയ്തു. കരാർ ഞാൻ പറയേണ്ടി വരില്ല ഞാൻ വിചാരിക്കണം, നിങ്ങൾക്കറിയും. ആ കരാറിലെ ഓരോ വാക്യങ്ങളും വാചകങ്ങളും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരായിരുന്നു. ഇപ്പൊ മടങ്ങണം, നിങ്ങളിങ്ങോട്ട് പോകാൻ പാടില്ല. 2, മക്കത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച ഇനി മദീനത്ത് സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ഞങ്ങൾ മക്കത്തിലുള്ളവനെ മുട്ടിയിട്ട് കൊല്ലുന്ന അതിന്റെ അർത്ഥം, അല്ലേ? അടുത്തത്, മദീനത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച അവരെ മക്കയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കരാർ വ്യവസ്ഥകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചപ്പോ സ്വഹാബത്തിന് അതിൽ മാനസിക വിഷമുണ്ടായിരുന്നു. പ്രവാചകൻ മുടിയെടുത്ത് അറുത്ത് തിരിച്ചു പോകാനുള്ള, മൃഗത്തെ അറുത്ത് തിരിച്ചു പോകാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ആരും അതിലേക്ക് വരുന്നില്ല. നബിയെ, എന്തിന് ഈ നിന്ദ്യത നമ്മൾ ഇങ്ങനെ ഏറ്റെടുക്കണം എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ നേരെ ഭാര്യന്റെ അടുത്തേക്ക് പോയി. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു സലമ ബീവിയാണ്. ഭാര്യമാരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യൽ അയ്ബൊന്നുമല്ല. ഭാര്യ ചർച്ച പറയണത് അത് അപ്പടി കേട്ട് അപ്പടി നടപ്പിലാക്കാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഒന്ന് ചിന്തിച്ച്, ശ്രദ്ധിച്ച്, അല്ലേ? ഈ ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് പറയേണ്ട കാര്യം അപ്പടിയാണ് നടത്തല്ലോ, ഒന്ന് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യാം, അല്ലെ? അപ്പൊ ഭാര്യനോട് പോയിട്ട് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, നബിയെ, നിങ്ങളെ മുടി മുറിച്ചിട്ട് നിങ്ങൾ വിതരണം ചെയ്യും, ആളുകൾ മുറിച്ചോളും. മുടിയാണ് മുറിച്ച് പ്രവാചകനോട് വിതരണം ചെയ്തു. അപ്പോഴോ ആളുകളൊക്കെ മുടി മുറിച്ചു, അറുത്തു, തിരിച്ചുപോയി. എന്താ ഉണ്ടായത്? അവരിങ്ങനെ മദീനയ്ക്ക് പോകുമ്പോ ആയത്തിറങ്ങി, ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീന. നബിയെ, ശരിക്ക് ഇപ്പൊ നമ്മളൊരു 1.5 ജയ ജയിച്ചത് കണ്ടോളി നിങ്ങള് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ പിന്നെ ഉണ്ടായത്? പിന്നെ ഉണ്ടായത് ചരിത്രത്തിൽ നമുക്കറിയാം. യുദ്ധം പറ്റൂലല്ലോ, ആയുധം എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ മക്കയുടെ പ്രാന്തങ്ങളിലേക്കൊക്കെ സ്വഹാബത്ത് പോയി ദഅവ നടത്തി.
ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മറ്റേത് സ്വീകരിച്ചവരൊക്കെ ഇങ്ങനെ വിടലല്ലേ, അവിടെ ഒരു ടീം ഇങ്ങനെ രൂപപ്പെട്ടു. ഇനി അവിടുന്ന് പോകുന്നവര് അവര് വഴിയിൽ വേറെ ടെന്റ് ചെയ്തു. ഇവരുടെ മർമ്മപ്രധാനമായ കച്ചവട യാത്ര നടക്കുന്ന ഒരു വഴിയിൽ അവർ ടെന്റ് ചെയ്തു. ഈ വഴിയിൽ ടെന്റ് ചെയ്ത ആളുകൾക്ക് പ്രവാചകനോട് അവർക്ക് പ്രത്യേക കരാറില്ല, അപ്പുറത്തും കരാറില്ല. അപ്പൊ അവരിവരെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ കരാറിലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ഇസ്ലാം സ്വീകരിച്ചവർക്ക് മദീനയിലേക്ക് വരാനുള്ള വഴി തെളിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനും വളരെ കൃത്യമായി മക്ക പിടിച്ചടക്കാവുന്ന ഒരു അന്തരീക്ഷത്തേക്ക് എത്തി. ഇത് നമുക്കുള്ള പാടെന്താ? ഇത് അള്ള പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ള പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്കതിൽ നഷ്ടം തോന്നിയാലും ആത്യന്തികമായി അതിൽ വിജയം ഉണ്ടാകും. ഒരു പ്രശ്നമല്ല, ആത്യന്തികമായി വിജയം ഉണ്ടാകും. നമ്മളെ ഭാര്യ പ്രഗ്നന്റായി 5-ാം മാസത്തെ റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പോ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ പറയുന്നത് അല്ലെ? അവിടെ അതിന്റെ ഇസ്ലാം എന്താ? അവിടെയുണ്ട് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഫിലും ദിക്റിലും ദുആയിലും മാത്രം ചുരുങ്ങണ ഒന്നല്ല. അവിടെ ആ മെഡിക്കൽ തീരുമാനത്തിലുണ്ടൊരു ഇത് എന്താ? ഏറ്റവും വിശ്വസ്തരായ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്ന 2-3 ഡോക്ടർമാര് ഈ ഗർഭിണിയായ സ്ത്രീയുടെ ജീവിതത്തിന് ഇത് പ്രതിസന്ധികൾ ഉണ്ടാക്കും, അവരുടെ ജീവനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അബോർട്ട് ചെയ്യാം. അതല്ലാതെ കുട്ടികളുടെ പ്രായത്തിൽ മറ്റേ കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ളൂ, അതുകൊണ്ട് അടുത്തൊരു കുട്ടി പ്രശ്നമാണ്, 6 മാസം ഇപ്പം ലീവ് എടുത്തിട്ടുള്ളൂ, ഇതൊന്നും ന്യായമല്ല. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്ക് കയ്യിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ കാലിന് കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്. പടച്ചോൻ എന്താ ചെയ്യാറ്? പടച്ചോൻ നമ്മളെ പരീക്ഷിക്കാൻ ഇട്ടെന്നതാണ്. പരീക്ഷണം എന്ന് പറയുന്നത് ഈ ക്യാൻസറും കിഡ്നി പോകലും കച്ചവടം തകരലും പ്രളയത്തിൽ മൊത്തൊരു നാട് ഒലിച്ചു പോകലും മാത്രമൊന്നല്ല. ഇതൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരാൻ പടച്ചോനെ. നീ എന്ത് സ്റ്റാൻഡ് എടുക്കും? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാന പ്രവാചകനാണെന്നും അള്ളാഹുവാണ് എനിക്ക് ആരാധനക്കർഹനായ ആളെന്നും അതിങ്ങനെ ബാങ്കുലികൾക്കിടയിൽ പറയാനുള്ള ഒരു വാക്കു മാത്രമാണോ? അല്ല, അത് ഹൃദയത്തിൽ ഉറച്ച് ശരീരത്തിന്റെ ഓരോ രൂപകൂപങ്ങളിലും ഓരോ രക്തസംക്രമണ പ്രക്രിയയിലും ഉറപ്പിച്ചതാണോ എന്നുള്ള ചെക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഹൈറുണ്ടാവും, അതിൻ്റെതായ ഹൈറുണ്ടാവും. ഇപ്പൊ വിഷയം പറഞ്ഞുകൊണ്ട് പറയാം, നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. കുട്ടിക്ക് തലച്ചോറില്ലാതൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നമില്ലാതെ എല്ലാ ഇടവേളകളിലും നമുക്ക് ഇങ്ങനെ കുട്ടിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തരും. എന്താ? അന്ന് ആ വിഷയത്തിൽ വളരെ ധൈര്യം കൊടുത്ത് അങ്ങനെ നിന്നുകൊണ്ട് അവർക്കൊരു കുഞ്ഞിനെ കിട്ടി. അവർ ദീനനുസരിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ നിയ്യത്തുകളെ ഒരു നിലക്കും ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൽ വഷളായിട്ടായിരിക്കും ആകെ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. 950 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന്റെ ശരീരഘടനയൊന്ന് ആലോചിച്ച് നോക്ക്. 950 വയസ്സ് പ്രായമുള്ള മനുഷ്യന്റെ അദ്ദേഹം രാവും പകലൊക്കെ റബ്ബീനി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ രാവും പകലൊക്കെ അവരുടെ കൂടെയായിരുന്നു. ഏതെങ്കിലും ഒരു വെക്കേഷനിലെ ഒരു ഒഴിവുള്ള ദിവസം, ഒരു മഗ്‌രിബ് മുതൽ ഒരു ഇശ വരെയുള്ള സമയത്ത് ഞാൻ നാട്ടിലൊരു ദവാ പരിപാടി വെച്ചല്ല, രാവും പകലൊക്കെ ഞാൻ അവരെ ക്ഷണിക്കായിരുന്നു. ക്ഷണിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അടക്കം ആരും കൂടിയില്ല. വളരെ തുച്ഛം ആൾക്കാരെ കൂടെ വന്നത്. എന്നിട്ട് അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കിയപ്പോൾ അവർക്ക് പുതിയ തെളിവ് കിട്ടി. വട്ടാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, വട്ടാനെല്ലിന്റെ തെളിവ് കണ്ടോ? മലന്റെ മേലിലാ കപ്പലുണ്ടാക്കുന്നത്. മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കാൻ പറഞ്ഞത് പടച്ചോനായിരുന്നു. അദ്ദേഹത്തിന് ആ ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നെ പരിഹസിക്കും, ഇനി അന്ന് ഞാൻ നിങ്ങളെയും പരിഹസിക്കും. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കപ്പലുണ്ടാക്കണമെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ, അതും മലന്റെ മേലെ. അവസാനം അവരുടെ അടുപ്പെന്നും അവർ ജീവിച്ച നാട്ടിൽ നിന്നൊക്കെ ഒന്നിച്ച് പ്രളയജലം കൊണ്ട് പൊങ്ങി വന്ന അദ്ദേഹത്തിന്റെ കപ്പൽ ഇങ്ങനെ പതിയെ സഞ്ചാരം തുടങ്ങുമ്പോഴും പ്രതികാര ബുദ്ധിയൊന്നും ഉണ്ടായില്ല. വല്ലാത്തൊരു മനസ്സാണ്. ആലോചിക്കുക, ഇത്രയും കാലം വയോധികനായ ഒരു മനുഷ്യൻ തളർന്ന കൈകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അധ്വാനിക്കുമ്പോൾ കൂക്കി വിളിച്ച ജനതയോട്, വരൂ, കയറൂ, നമുക്ക് പോകാം, ഇതാണ് രക്ഷയുടെ കപ്പൽ, സഫീനത്തു നൂഹ്, രക്ഷയുടെ കപ്പലാണ് എന്നവരോട് പറഞ്ഞ് അവരെ വിളിക്കണം. ആ ഒരു മനസ്സിന്റെ വിശാലത എത്രത്തോളം വലുതാ!
നൂഹ് നബി അലൈഹി സ്വലാം മനുഷ്യ ചരിത്രത്തിന് മുഴുവൻ അറിയുന്ന പ്രവാചകനായി രേഖപ്പെടുത്തപ്പെട്ടു. ചരിത്രാതീത കാലത്ത്, ചരിത്രം രേഖപ്പെടുത്തപ്പെടാത്ത കാലത്ത് ജീവിച്ചിട്ടും അദ്ദേഹം രേഖപ്പെടുത്തപ്പെട്ടത് നമ്മൾ കണ്ടു. അതാ പറഞ്ഞത്, ഇഖ്ലാസോടെ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇഖ്ലാസോടെ ചെയ്യണതിനൊക്കെ ശേഷിപ്പുകൾ ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അല്ലേ, നമുക്ക് ഭരണകൂടത്തെയും ഭരണകൂടങ്ങളുടെ തീരുമാനത്തെയും ബില്ലുകളെയും ഒക്കെ നമ്മൾ ഭയക്കുന്ന പേടിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പേടിച്ചാൽ ഫാഷിസം വിജയിച്ചു. നമ്മൾ ചങ്കൂറ്റത്തോടെ നെഞ്ചിറപ്പോടെ നിന്നാൽ, പ്ലസ് വിവേകത്തോടെ നിന്നാൽ, അതുകൂടി പറഞ്ഞു പോകണം. എന്തെങ്കിലും അന്തല്ലാതെ കാട്ടിക്കൂട്ടല്ല, അവനുണ്ടാക്കുന്ന കുഴിയിലേക്ക് എടുത്തു ചാടല്ല, മറിച്ച് വിവേകത്തോടെ നിന്നാൽ രക്ഷപ്പെടും. നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്താ? വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ? അല്ലേ, ഇതിപ്പോ ഒരു സൃഷ്ടിയാണ്. മരം ഒരു സൃഷ്ടിയാണ്, മനുഷ്യരൊരു സൃഷ്ടിയാണ്. അതേപോലെ ഖുർആനെ പറ്റി പറയാൻ പറ്റുമോ? ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? കലാസൃഷ്ടികൾ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ? പറ്റൂല എന്നാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണെന്ന് പറയണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മതത്തെ എന്താ പറയാ, മതത്തിലെ തർക്കങ്ങളെയും മതത്തിലെ ഇങ്ങനത്തെ വിഷയങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട്, നിങ്ങൾ ആ തർക്കമില്ലാത്തൊക്കെ പറയുന്നു പറയണേ, മനോഗതമുള്ള കുറെ മനുഷ്യരുണ്ട്. അവർക്ക് എന്താ പറയാൻ തോന്നാ? എന്ത് അതിപ്പോ എന്താ കലാം എന്നുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ പോരെ? മൂപ്പര് കലാം എന്ന് വിശ്വസിച്ചോട്ടെ, എന്താ കുഴപ്പം? അല്ലേ, ഓരോ കാലത്തും നമുക്ക് ഇങ്ങനത്തെ ചില വാക്കുകൾ കൊണ്ടുവന്നിട്ട് തരും കുറച്ചോനെ, തർക്കങ്ങളും വിഷമങ്ങളൊക്കെ ഇട്ട് തരും. എന്തിനാ? നമ്മളെ അഖീദൊക്കെ ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം പക്ഷേ കലാം തന്നെ പറഞ്ഞു. എന്താ കാരണം? ഇത് അള്ളാന്റെ സൃഷ്ടിയാണെങ്കിൽ ഇതിലുള്ള ദുആകൾ കൊണ്ട് നമുക്ക് തബറുക്ക് എടുക്കാൻ പറ്റൂല. ആയത്തുൽ കുർസി ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് തടവാൻ പറ്റുമോ? സൃഷ്ടിനെ കൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റുമോ? അവിടെ മുതൽ തുടങ്ങുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ അതൊരു വാക്കാന്ന് തോന്നുന്നുണ്ടെങ്കിലും അവിടെ മുതൽ ഇതിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെന്ന് പറയണല്ല, നിങ്ങളെന്ന് പറയണ നഅം ഒക്കെ അഹ്ലുസുന്നന്റെ ഉത്തരാണ്, വരും കാലത്തിന്റെ ഉത്തരാണ്. അദ്ദേഹത്തെ ചാട്ടവാറിട്ട് അടിച്ചു. അടിച്ചിട്ട് ചാട്ടവാറ് പൊട്ടിയപ്പോ അടുത്തതെടുത്തു. അടിച്ചാൾ കുഴങ്ങിയപ്പോൾ അയാൾ ഇരുന്നു. അടുത്ത ആളെ വിളിച്ചു. എന്നിട്ടും അദ്ദേഹം തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. മുറിഞ്ഞ എല്ലുകളും പൊട്ടിയ ശരീരവും വ്രണം ബാധിച്ച മേനിയുമായി വീണ്ടും പിന്നെയും ജീവിതം തുടങ്ങിയപ്പോ സൊഫിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണത് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളൊരു കേൾക്കാണ്, അല്ലാഹുമ്മഗ്ഫിർലി മൗമൂൻ, പഠിച്ചോനെ എനിക്ക് ശിക്ഷ വിധിച്ച മഅ്മൂൻ രാജാവിന് നീ പുറത്തു കൊടുക്കണേ എന്നാണ്. സമൂഹം കുറ്റവാളിയായി വിധിച്ചൊരു വ്യക്തിക്ക് പക്ഷേ ചരിത്രത്തിലുടനീളം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് വേണ്ടിയുള്ള മഹത്തായ ഓർമ്മകളും പ്രാർത്ഥനകളും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന ആ മനസ്സുണ്ടല്ലോ, കർമ്മം ചെയ്യുമ്പോൾ ആ മനസ്സുണ്ടല്ലോ, അതാണ് ഒക്കെ തീരുമാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം അബ്ദുല്ലാഹി ബിൻ മുബാറക്ക് പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു നിയ്യ. എത്ര കൊച്ചു കൊച്ചു അമലുകളാണ് നിയ്യത്ത് കൊണ്ട് വലുതാകുന്നത്. വറുബ്ബ അമലിൻ കബീരിൻ തുഹഖിറുഹു നിയ്യ. എത്ര വലിയ വലിയ കർമ്മങ്ങളാണ് നിയ്യത്തില്ലാത്തത് കൊണ്ട് കൂലി ചെറുതായി പോണത്. ഇപ്പൊ ഒരാളൊരു പള്ളി ഉണ്ടാക്കി കൊടുത്ത് വിചാരിക്കാം, ഒരുപക്ഷെ ആ പള്ളി ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേറെ വലിയ കൂലി ആ പള്ളിയിലെ ഹൗലും കരിയിൽ ഒരു കപ്പ് കൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടും. അയാളിങ്ങനെ വന്നു നോക്കുമ്പോൾ ആളുകൾ ഒന്നുകൂടി കാല് കഴുകാനൊക്കെ ഇങ്ങനെ കാത്തുക്കണൊക്കെ ഇങ്ങനെ കണ്ടു. അയാൾ ഒന്നും ആലോചിച്ചില്ല. അടുത്ത പിന്നെ വക്തിന് വന്നപ്പോ ഒരു കപ്പ് അവിടെ കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവിടെ വെച്ചാണ് പോയി. ആ ഒരു കപ്പ് വാങ്ങിക്കൊടുത്ത ആൾക്ക് ചിലപ്പോൾ ആ പള്ളി വാങ്ങിക്കൊടുത്ത ആൾക്കാർക്കാളും പുണ്യം ഉണ്ടാവുന്നതാണ്. അപ്പൊ നീയത്തിന് ഭയങ്കര ക്ലാരിറ്റി കൊടുക്കണം. ഓരോന്നിലുണ്ട് നീയത്ത് ഇല്ലേ? ഓരോന്നിലുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീയത്തില്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീയത്ത് എന്താ? ഓരോരു 2 റകഅത്ത് നിസ്കാരം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും ഇവിടെ? ഒരു 2 റകഅത്ത് നിസ്കാരം കൊണ്ട് ഇല്ലേ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യനെ, സ്വഹാബിമാരിൽപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, അങ്ങനെ കയ്യാമ വെച്ച് കൊണ്ടുപോവാണ്. മലന്റെ മുകളിലെത്തി അദ്ദേഹത്തെ കുരിശുമരത്തിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി മരത്തിന്റെ ആണി നെഞ്ചിലടിച്ച് കൊല്ലിനു മുമ്പ് അദ്ദേഹം 2 റകഅത്ത് നിസ്കരിച്ചു. 2 റകഅത്ത് നിസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വല്ലാത്ത വാക്കുണ്ട്. എന്താ വാക്ക് അറിയോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സുജൂദിനൊരു വല്ലാത്ത സുഖമുണ്ട്. ലൗലാ അൻ തദുന്നു അന്നി അത്വൽതു ജസഅൻ ലാ സിദ്തു. ഞാൻ പേടിച്ചിട്ടാണ്, മരണത്തെ ഭയന്നിട്ടാണ് ഞാൻ സുജൂദിൽ ഇങ്ങനെ കിടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കൂലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചേരം കൂടി സുജൂദ് കിടക്കായിരുന്നു എന്നാണ്. അത്ര എളുപ്പ.
നമുക്ക് സുജൂദ് കിടക്കുമ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? അദ്ദേഹത്തിന് അതുണ്ട്. അവസാനം അദ്ദേഹത്തെ ഒരു കുരിശുമരത്തിൽ തറച്ചു കൊന്നപ്പോ കണ്ടു നിന്നവർ പറയണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. മക്കയിൽ എവിടെയും ആ സീസണിൽ ഒരു മരത്തിൽ നിന്നും പറിക്കാൻ കിട്ടാത്ത ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതെന്താ? അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരമാണ്, കറാമത്താണ്, പടച്ചോൻ സംഭവിപ്പിച്ചതാണ്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ നീയത്തിന്റെ ശക്തിയാണ്. ഇത് പടച്ചോന് വേണ്ടിയുള്ള മരണാണ്, അല്ലെ, റബ്ബിന് വേണ്ടിയുള്ള മരണാണെന്നുള്ള നീയത്തിന്റെ ശക്തിയിൽ പടച്ചോൻ കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മളിങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു പട്ട അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, നമ്മൾ ആ പട്ട എടുത്തിട്ടു. ചിലപ്പോ നമ്മൾ റമദാനിൽ മുഴുവൻ ഇത്തിക്കാഫ് ഇരുന്നില്ലാറെ പടച്ചോന് പ്രിയപ്പെട്ടത് അതേ കാരണം. അല്ലെങ്കിൽ ഇപ്പോ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോ എന്തിനാ പടച്ചോൻ സ്വർഗം കൊടുത്ത്? അവിടെ ത്യാഗമല്ല അവിടുത്തെ വിഷയം, ആ ശ്രദ്ധയും ആ മനസ്സുമാണ് അവിടുത്തെ വിഷയം, അല്ലെ? ആ ശ്രദ്ധയും ആ മനസ്സുമാണ് അവിടുത്തെ വിഷയം. പണ്ഡിതന്മാർ പറയാണ് എന്താണ്, ചില ഉലമാക്കളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ അതിൽ പോലും അവർക്ക് നീയത്തുണ്ടായിരുന്നു എന്നാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോ അതിൽ എന്തെല്ലാം തരം നീയത്തിനുള്ള സാധ്യതകളുണ്ട്, എന്തെല്ലാം തരം നീയത്തിനുള്ള സാധ്യതകളുണ്ട്. പഠിച്ചോനെ, വെള്ളം കിട്ടിയല്ലോ, വെള്ളം കിട്ടാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ലേ? നമ്മളെ നാട്ടിലുണ്ടാവില്ലേ? നമ്മളെ സാഹചര്യത്തിൽ നമ്മൾ ട്രെയിനിൽ പോവാണ്, 4 ദിവസത്തെ യാത്രയാണ്, എല്ലാവരും ഉറങ്ങാണ്, നമുക്ക് നല്ല ദാഹമുണ്ട്, ആരോടും ചോദിക്കാനും വയ്യ, ഉള്ള ഒരാൾ തന്നതുമില്ല, എന്ത് കേട്ടും? ഇനി കിട്ടിയ വെള്ളത്തിന്റെ രുചി മോശപ്പെട്ട രുചിയാണെങ്കിലോ? ഇനി വേണ്ട, ആ കിട്ടിയ വെള്ളം ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ പൊക്കാനുള്ളത് ഒരു തൗഫീഖല്ലേ? എത്ര ആളുകളുണ്ട് ഫിസിയോതെറാപ്പി സെന്ററുകളിൽ ചികിത്സിക്കുന്നുണ്ട് ഒന്ന് കൈ പൊങ്ങി കിട്ടാൻ. ഇനി അത് ചുണ്ടിലേക്ക് വെച്ചൊന്ന് തൊണ്ട വഴി ഇറക്കാൻ കഴിയാത്ത എത്ര ആളുകൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ഉണ്ടാകും. അപ്പൊ ഒറ്റ കാര്യത്തിൽ തന്നെ ഒരുപാട് നിയ്യത്തുകളുണ്ട്, അല്ലെ? നോക്കൂ, നിങ്ങൾ തഅല്ലമു നിയ്യ ഫഇന്നഹ അബ്ലഗു മിനൽ അമൽ. നിങ്ങൾ ഓരോന്നിന്റെ നിയ്യത്തുകൾ പഠിക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി സ്വലാത്തു ളുഹുർ 4 റക്അത്ത് എന്ന് പറയലല്ല, പറഞ്ഞുകൊണ്ടുള്ള നിയ്യത്ത് ഉംറന്റെയും ഹജ്ജിന്റെയും കാര്യത്തിലുള്ളത്. വേറെ എവിടെയതില്ല. നേരെ മറിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക്, ഖുർആൻ ഇങ്ങനെ തുറക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഉണ്ട്? പഠിച്ചോനെ, ഓരോ ഹർഫിനും എനിക്ക് കൂലിയാണ്, എനിക്ക് തരണം, ഇല്ലേ? ഈ ഖുർആൻ ഓതുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഉയർത്തും, അല്ലാത്തവർ അള്ളാഹു തളർത്തും. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഇതാ നിയ്യത്ത്. ഇങ്ങനെ ഓരോന്നിനുള്ള ഒരു സ്വതക്ക, നമ്മളിപ്പോ ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, ആ ബക്കറ്റിലേക്ക് ഒരു പൈസ ഇടുമ്പോ എന്തൊക്കെ നമുക്ക് നിയ്യത്താക്കാം? പഠിച്ചോനെ, ഇതെനിക്ക് പരലോകത്ത് കിട്ടണം, എനിക്ക് ഇതുകൊണ്ട് കിട്ടേണ്ട എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെട്ടതാണ്. ആ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ അലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. ഞാൻ എന്റെ മനസ്സിന്റെ നീയത്തിനെ ചികിത്സിച്ച പോലെ വേറൊന്നിനെ ചികിത്സിച്ചിട്ടില്ല. ചിന്ത ഇങ്ങനെ മാറി അമല് ചെയ്യുമ്പോൾ, ലിഅന്നഹ തതഖല്ലബു അലയ്യ, കാരണം അതെനിക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ നിസ്കരിക്കണത് കൂലിയും കുറ്റമാകും. കൂലിയാകപ്പെടാ ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം നിറഞ്ഞല്ലേ. എന്താ? അല്ലദീന ഹും യുറാഊൻ, ഒരു കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണവരാണ്. അപ്പൊ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതോടുകൂടെ അത് കുറ്റകരമായി. അതുകൊണ്ട് റിയായിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞത്, ഞാൻ 20 കൊല്ലം എന്റെ നീയത്തിനെ ചികിത്സിച്ചിട്ടുണ്ട്. 20 കൊല്ലം ഞാൻ ബോധപൂർവം എന്റെ നീയത്ത് മാറാതിരിക്കാനുള്ള പണികൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ പുണ്യങ്ങളും ചിന്തിക്കാൻ കഴിയുക. ഒരാളെ കൈ പിടിച്ചിട്ട് റോഡ് കടത്തി കൊടുക്കുകയാണ്, എന്തൊക്കെ ഉണ്ട് അല്ലെ? അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഴി കാണിച്ചു കൊടുക്കണതിന്റെ കൂലി പറഞ്ഞു. വഴി കാണിച്ചു കൊടുക്കണതിന്റെ കൂലി ഉണ്ട്. ഒരാൾ വന്നിട്ട് കാറിന്റെ ഡോറ് ചില്ല് താത്തിയിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെ കൂലി തുടങ്ങുകയാണ്. ഒരു വിശ്വാസിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും? വിശദമായിട്ട് അയാളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിലുണ്ട് കൂലി? ബോധത്തോടെ ചെയ്യണ എല്ലാറ്റിലും ഉണ്ട് കൂലി. ദീനും ദുനിയാവ് ഒന്നല്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടും തന്നെയാണ്. പക്ഷേ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരലോകത്തേക്കുള്ള ഓഹരിയാണ്, കൂലിയാണ്. അതുകൊണ്ട് 20 കൊല്ലം ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു.
കേട്ടോ. പക്ഷെ എനിക്കിപ്പോഴും ശരിയാകാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയാ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ പതിഞ്ഞ സ്വരത്തിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രാത്രിയിൽ അടക്കം അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണും. പക്ഷേ ഞങ്ങൾ ചെന്നാൽ അദ്ദേഹം ഉറങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വരും. ഉറങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വരും. കേട്ടോ, ഞാൻ ഉറങ്ങായിരുന്നു എന്ന് വരുത്തി തീർക്കാണ് മൂപ്പര് ചെയ്യുക. ഞങ്ങള് അദ്ദേഹം നിസ്കരിച്ചത് അറിയരുത് എന്നുള്ള മനോഗതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീൻ നമ്മളെ കുറച്ചും കൂടി ആഴത്തിലും ഗൗരവത്തിലും പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 29 മിനിറ്റാണ് എന്റെ ഖുതുബന്റെ സാധാരണഗതിയിലുള്ള സമയം. ഞാൻ 1-2 ആഴ്ചയും കൂടെ ഉണ്ടാവുന്നതാണ് വിചാരിക്കണത്. അപ്പോ ഇന്നിപ്പോ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെ. ഒരു ടൗൺ ആയതുകൊണ്ട് വൈകണ ആൾക്കാർ വൈകിക്കോട്ടെ, അത് പ്രശ്നമല്ല. അല്ലാത്ത ഒരാളും നമ്മൾ ഇവിടെ സൊഫിൽ വെച്ചാണ് തീരുമാനം എടുക്കുക. എന്ത്, സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ ചെറിയൊരു ഞാൻ വളരെ 3% ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 3% ആൾക്കാരെ കുറിച്ച് ഞാൻ പറയണേ, വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മള് ഇമാം മെമ്പറൽകാരനോട് കൂടെ എന്ത് ചെയ്യുന്നറിയോ, ഇത് രേഖപ്പെടുത്തണം, മലക്കുകൾ ഏട് മടക്കി വെക്കുന്നതാണ്. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച പോലും നമുക്ക് ഫുള്ളായിട്ട് കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ശരിയായ രീതിയിൽ പഠിക്കാനും അത് പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വേദനയും വിഷമമൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിൽ എന്നും വിശ്വാസങ്ങളിലും നിലപാടുകളിലും കോംപ്രമൈസ് ഇല്ലാതെ നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് അല്ലാഹു അതിൽ നിന്ന് ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. മഹാമാരികളിൽ നിന്ന്, പനിയുടെ മറ്റു അനുബന്ധ കെടുതികളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴ പെയ്യുമ്പോൾ തൊഴിലില്ലാതാകുന്ന മനുഷ്യരുണ്ട്. അവർക്ക് അന്നത്തിന്റെ വഴികളെ നമുക്ക് കാണിച്ചു കൊടുക്കാനും അവർക്ക് കണ്ടെത്താനുമുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു